മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിലേക്ക് ഇന്ന് തിരികൊളുത്തിയിട്ടുണ്ട്. വലിയ മാലപ്പടക്കത്തിന് ഇന്ന് തിരികൊളുത്തിയേക്കുവാണ്. പക്ഷെ ആ നടൻ ചെയ്തത് വലിയ തെറ്റാണ്. ഇപ്പോഴും മനസ്സിലായില്ല? വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. അതൊരു മലയാള സിനിമയിലെ മുൻനിര നടനെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ്. പതിറ്റാണ്ടായി ഇപ്പോൾ മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന നടൻ അല്പം ക്ഷീണിച്ചു നിൽക്കുകയാണ്. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. അയാൾ എന്താണ് പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ, ലിസ്റ്റിൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ചിത്രം, അതിൽ ഈ നടൻ എന്തായാലും അഭിനയിക്കും. പക്ഷെ അതിന്റെ ഷെഡ്യൂൾ തുടരുന്നിടയിൽ മറ്റൊരു സിനിമയുടെ ഷെഡ്യൂളിലേക്ക് ഈ നടൻ സ്റ്റീഫൻ നിർമ്മിക്കുന്ന ബേബി ഗേൾ എന്ന സിനിമയിൽ നിവിൻ പോളി നായകനായി ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഒരു പതിറ്റാണ്ടായി മലയാള സിനിമയിൽ നിലനിൽക്കുന്നുണ്ടെന്ന് പറയുമ്പോഴും അദ്ദേഹം സ്വന്തമായി പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങി, സ്വന്തമായി ചില ബിസിനസ്സുകളിലേക്ക് ഏർപ്പെട്ടു. പക്ഷേ അതൊക്കെ വലിയ സാമ്പത്തികമായ പ്രശ്നങ്ങളാണ്. ഞാൻ എന്റെ ജാതകം ഒന്ന് നോക്കിച്ചാലോ എന്ന് ആലോചിക്കായിരുന്നു. ഈ മാനഹാനും ദ്രവ്യനഷ്ടം എത്ര കാലം കൂടി ഉണ്ടെന്ന് അറിയാൻ. പ്രൊഡ്യൂസർക്ക് ഡേറ്റ് കൊടുത്താൽ ആ ഷെഡ്യൂൾ പൂർത്തിയാക്കിയ ശേഷമാണ് അടുത്തതിലേക്ക് പോകുള്ളൂ. പക്ഷേ ഇങ്ങനെ ഒരു കബളിപ്പിച്ചുകൊണ്ട് പോകുന്ന രീതി അത് മലയാള സിനിമയിൽ കണ്ടുവരുന്നു. ഇപ്പോഴത്തെ കാലം അതാ. അത്യാവശ്യം ചുറ്റുപാടുണ്ടെങ്കിലും കുടുംബത്തിന് തലവേദനയായിട്ട് കുറെ എണ്ണങ്ങളുണ്ടെന്നേ. ഇവനൊക്കെ മുക്കാലിൽ കെട്ടി ചാട്ടവാറിനടിച്ച് നാട് കടത്തണം. ഇത് നീ ചോദിച്ചു വാങ്ങിച്ചതാ, ഇനി ചോദിക്കരുത്. എനിക്ക് വയ്യ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, പോയിട്ട് രാവിലെ വരാം.